ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു. നിങ്ങൾ വിചാരിച്ച മാർക്ക് അതിനകത്ത് വന്നിട്ടില്ല. നിങ്ങളിപ്പം കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് ആണ്, സേ എക്സാം പോലെ ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ അതിനകത്ത് വിചാരിച്ച മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഫെയിൽ ആയി എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡപടലം പൊട്ടി വന്നവരെ പോലും നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനകത്തെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, നിങ്ങൾക്ക് സേ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാനുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ 6 മാർക്കുള്ളവരെ, 8 മാർക്ക്, 7 മാർക്ക്, അങ്ങനെ കുറഞ്ഞ മാർക്കിലുള്ളവരെ പോലും നിങ്ങൾക്ക് അതിപ്പോ എത്ര ആയിക്കോട്ടെ, 4 5 ഒക്കെ മാർക്കാണെങ്കിലും നിങ്ങളെ പോലെ വളരെ കുറഞ്ഞ മാർക്കിലുള്ളവരെ നമ്മൾ സേ എഴുതിയിട്ട് 30-ന് മുകളിൽ മാർക്കിലോട്ട് എത്തിച്ചിട്ട് +2 മാർക്ക് കൊണ്ട് മാത്രം അവരെ നമ്മൾ പാസ്സാക്കി എടുക്കാൻ പലപ്പോഴും നമുക്ക് അതുവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഡബിൾ പാസും കഴിഞ്ഞിട്ട് സേ എക്സാമിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പൊ നിങ്ങൾ എവിടെ ജോയിൻ ആവുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എവിടെയും ജോയിൻ ആകാം. നിങ്ങൾക്ക് അതിനകത്തെ ഏറ്റവും നല്ലത് ബാച്ചുകളിൽ ജോയിൻ ആവുന്നതാണ്. കാരണം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പല കാര്യങ്ങളും അതിനകത്ത് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എക്സാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കാരണം ഈ സേ എക്സാം നിങ്ങൾ ജൂൺ 23 ആ റേഞ്ചിൽ ചിലപ്പം ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എന്തായാലും ജൂൺ 23 വരുന്ന ആ ഒരു എക്സാം ഉണ്ടല്ലോ, ആ 23 എന്ന് പറയുന്നത് പ്രോബബിൾ ഡേറ്റ് ആണ്. ആ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ 1 ഇയർ മിസ്സാവില്ല. നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പം ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് കുറവാണെങ്കിലും ആ കുറവുള്ള മാർക്ക് നിങ്ങൾ +2 എഴുതിയെടുക്കാമെന്നേ. നമ്മുടെ സ്റ്റുഡൻസ് അതിനകത്ത് ഒത്തിരി എക്സാമ്പിളുകൾ ഞാൻ പറയാം. ഇവർ 9:31 സാറേ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു വന്നവർ 16 മാർക്കായിട്ട് +1-ൽ 16, അതായത് ഇപ്പൊ നിങ്ങളെ പോലെ ഇംപ്രൂവ്മെന്റിന് +1 16 ആയി ഫെയിലായി. അങ്ങനെ +2-ലും പാസ്സായി, ജസ്റ്റ് പാസ്സായിരുന്നെങ്കിലും പക്ഷെ +1 കാരണം ഫെയിലായി. പിന്നെ അപ്പം സേ എഴുതേണ്ടി വന്നു. +2-ൽ സേ എഴുതിയപ്പോ കണ്ടോ 40 അറൗണ്ട് മാർക്ക് ഫെയിൽ ആയിട്ട് വന്ന ഒരു സ്റ്റുഡന്റിന് 40 അറൗണ്ട് മാർക്ക് എന്ന് പറയുമ്പോൾ നോക്കി, +2 കൊണ്ട് മാത്രം അവർ പാസ്സായി. ഡബിൾ പാസിനും അപ്പുറം കിട്ടി. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ, ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഞാൻ പറയാം. അപ്പം 77 36 70 70 45. അപ്പം അങ്ങനെ ഒരുപാട് ഇവര് ഫിസിക്സും കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു. ഈ കേസും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു. ഈ കേസും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു. അതുപോലെ മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ അത്തരത്തിൽ എക്സ്പീരിയൻസുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് ഒരുപാട് കേസുകളുണ്ട്. ഈ വർഷത്തെ കേസുകളൊക്കെ ഞാൻ പറയാം. 17 30 ആയ കേസുകൾ, 6 27 ആയ കേസുകൾ, അതുപോലെ തന്നെ C+ലോട്ട് വന്ന കേസുകൾ, ഇതിനകത്ത് ടോട്ടൽ 75 വരെ എത്തി. 29 അതിനകത്ത് സെക്കൻഡ് ഇയറിലും അങ്ങനെ വന്നിട്ട്. പിന്നെ അതിനകത്ത് മറ്റൊരു കേസ് ഇതാ ബി ഗ്രേഡിലോട്ട് എത്തിയ കേസ്, 10 28 ആയ കേസ്. അങ്ങനെ അഡപടലം 5 മാർക്കുമായിട്ട് വന്നവരെ പോലും നമ്മൾ 24ലോട്ട് കുറഞ്ഞ സമയം കൊണ്ട്, ഇവരൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോഴേ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ക്ലാസ് നിങ്ങൾ മനസ്സിലാകുന്ന ക്ലാസ് ആകണോ എന്ന് നോക്കുക. കാരണം നിങ്ങളിപ്പം നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്കിപ്പം സാധാരണ ലെവലിൽ ക്ലാസ് എടുത്താൽ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. കാരണം +2 ബയോളജി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഓരോരോ ടേമുകൾ, കാര്യങ്ങൾ, പിന്നെ അതിന്റെ ട്രിക്ക് കോഡൊക്കെ വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാലേ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ സേ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാം. നിങ്ങൾ അതിനകത്ത് പെടൂല. ഇപ്പം പലപ്പോഴും അതിനകത്ത് പല കമന്റുകളും ഞാൻ സാധിക്കാറുണ്ട്, പോയി പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട്, മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ചതിനകത്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാം. നിങ്ങളും കൂടി അതിനകത്ത് എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ ഇവരെ പോലെ നിങ്ങൾക്കും അതിനകത്ത് +2 സേ എഴുതിയിട്ട് മാത്രം നിങ്ങൾക്ക് പാസ് മാർക്കിലോട്ട് എത്താം. അപ്പൊ ഇതിനകത്ത് നോക്കൂ, അഡപടലം പൊട്ടി. അപ്പൊ നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ഡെമോ ക്ലാസ്സുകൾ, കാര്യങ്ങൾ, അവിടുത്തെ റിസൾട്ടുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കത് കൊള്ളാമെങ്കിൽ, കാരണം പലപ്പോഴും ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചായിരിക്കണം അവിടുത്തെ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് ക്ലാസ് കിട്ടണം. അല്ലെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി മീഡിയം ലെവലിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എവിടെ ജോയിൻ ആവുകയാണെങ്കിലും അവിടുത്തെ ക്ലാസ്, ഡെമോ ക്ലാസ്, അവിടുത്തെ റിസൾട്ട്, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ആവുക. ഏത് ചാപ്റ്ററിൽ, ഏത് സബ്ജക്റ്റിൽ, ഏത് ടോപ്പിക് നിങ്ങൾക്ക് ഡെമോ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ ഇത് വെച്ച് തരും. അല്ലാതെ എളുപ്പമുള്ള ടോപ്പിക്സ് ഡെമോ വെച്ചിട്ട് അതാണ് അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇന്റഗ്രേഷനിൽ നമ്മൾ ഡെമോ വെച്ച് തരാൻ പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കി ഡെമോ വെച്ച് തരും. ഏത് ടോപ്പിക് ആണെങ്കിലും സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് തരും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പയ്യന്റെ ഒക്കെ കേസ് 5 7 മാർക്കായിരുന്നു +2-ൽ. +1-ലോ 8 മാർക്ക് ഫിസിക്സിൽ, കെമിസ്ട്രിയും ഫെയിലായി.
സാറേ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കണം, ഒരു വർഷം അതിനകത്ത് നഷ്ടപ്പെടാൻ വയ്യ, എഞ്ചിനീയറിംഗ് അതായത് പോളിയിലോട്ട് പോകാനാണ്. അപ്പം പോളി എടുക്കുകയാണെങ്കിലും പ്ലസ് ടു പാസ്സാകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ, മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രൊമോഷൻ ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ പ്ലസ് ടു പാസ്സാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവന് ഒരു വർഷം കളയാനില്ല. അടുത്ത ഈ ഒരു ഇയർ തന്നെ പ്ലസ് ടു ഇതിനകത്ത് പോളിയിലോട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയതാണ്. അങ്ങനെ അതിനകത്ത് അഡ്ഡപടലം, ഇവര് ഫിസിക്സ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പോലും കുറഞ്ഞ സമയം കൊണ്ട് പ്ലസ് വണ്ണിൽ 8 മാർക്കാണ്, ഇതവിടെ കാണാം 8 മാർക്ക്. ഈ 8 മാർക്കും പിന്നെ പ്ലസ് ടുവിൽ 5 7, അങ്ങനെ പ്ലസ് ടുവിൽ 18 വേണമായിരുന്നു. അങ്ങനെ 18 8 10, ഇവിടെ 10 8 ഉള്ളൂ, ഇപ്പൊ 10 വേണം. 18 10 28 മാർക്ക് വേണമായിരുന്നു. കണ്ടോ, നമ്മുടെ സേ ബാച്ചിൽ കുറഞ്ഞ സമയം കൊണ്ട് 28 എത്തിച്ച്. ഫിസിക്സും ഫെയിൽ ആയിരുന്നു, കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു. ആ കുറഞ്ഞ സമയം കൊണ്ട് രണ്ടും കൂടി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് അത്ര എഫേർട്ട് നമ്മൾ ഇടും. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പം ഇതിനകത്തെ മറ്റ് പല കേസുകൾ ഞാൻ കാണിക്കാം. ഇതൊക്കെ അതുപോലുള്ള കേസുകളാണ്, നിങ്ങൾക്ക് കാണാം. ഇത് പ്ലസ് വൺ ഫെയിലായ കേസുകളാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത്. ഒക്കെ 16 മാർക്ക്. ഇവരെ പ്ലസ് വൺ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇത് 16 മാർക്ക്. ഈ ഒരു ഇതിന് മുന്നേ ഉള്ള റിസൾട്ട് ഞാൻ കാണിക്കാം. ഒരുപാട് കേസുകൾ. ഇതിപ്പോ എത്ര കേസുകളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് ഇനിയും ഞാൻ കേസുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലസ് വൺ ഫെയിൽ ആയത് കാരണം, അതായത് ഇംപ്രൂവ്മെന്റ് പോലെ പ്ലസ് വൺ ഫെയിലായി, അല്ലെങ്കിൽ ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ഫെയിൽ ആയവരാണെങ്കിൽ നോക്കുക, 16 മാർക്ക്. പക്ഷെ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ വന്നപ്പോൾ ഫെയിലായി. പിന്നെ സേ എഴുതേണ്ടി വന്നു. സേയിൽ മാത്രം 39 കിട്ടി. കണ്ടില്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേസാണ്, പക്ഷെ പ്ലസ് വണ്ണിലെ കേസ്. അങ്ങനെ അതേപോലെ ഇത് 14, ഈ ഒരു കേസ് 30 ആയ കേസ്. അതുപോലെ 13, പ്ലസ് വണ്ണിൽ 13 അങ്ങനെ പ്ലസ് വൺ ഫെയിലായി 26 എത്തി. പിന്നെ അതുപോലെ ഈ ഒരു കേസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ഒരു കേസ്, ഇത് നിങ്ങൾ നോക്കൂ, നമ്പർ ഓഫ് ചാൻസ് എന്ന് ഇവിടെ കാണിക്കും. നിങ്ങൾ ഇതിനകത്ത് എസ്സേ എഴുതിയിട്ട് ഇതിനകത്ത് എഴുതുമ്പോൾ എത്രാമത്തെ ചാൻസിലാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടോ. ഇത് ഈ പയ്യനെ 3ാമത്തെ ചാൻസിലാണ് പിന്നെ ക്ലിയർ ആയത്. അതായത് ഇവര് ആദ്യം ഇവനെ എഴുതി ഫെയിലായി പ്ലസ് ടുവിന്റെ കൂടെ, പിന്നെ അതിനകത്ത് സേ എഴുതി അതിനകത്ത് ഫെയിലായി. പിന്നെയാണ് നമ്മളെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആയി. ബയോളജിയും അവന് ഫെയിലായിരുന്നു, മാത്സും ഫെയിലായിരുന്നു. രണ്ടും നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തു. ഇന്നിപ്പം അവന് ഓയിൽ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഞാനിപ്പം അതിനകത്ത് കോൺടാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഓയിൽ റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞു. പിന്നെ ഈ ഒരു കേസ്, ഇതിനകത്ത് എന്താ പറയാ, ഇവര് അതിനകത്ത് ഇതേപോലെ 3ാമത്തെ ചാൻസിൽ അതിനകത്ത്, അതായത് ആദ്യം ഫെയിലായി, വീണ്ടും സേ എഴുതി, വീണ്ടും ഫെയിലായി, പിന്നെ അതിനകത്ത് 3ാമത് എഴുതിയപ്പം ഇതിനകത്ത് കണ്ടോ അവരെ ആ ബയോളജിയിൽ അവരുടെ സ്കോർ അതിനകത്ത് എത്തി, അവര് പാസ് മാർക്കിലോട്ട് എത്തി. അതുപോലെ ഈ ഒരു കേസ്, അവരുടെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേസ് കണ്ടോ 31 എത്തി, 3ാമത്. അതായത് ഇവർ ആദ്യമൊന്നും നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഇവരിപ്പോ 3ാമത്തെ ചാൻസിലാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത് കേട്ടോ. അപ്പം 31 എത്തി കണ്ടോ. ഇനിയിപ്പോ അവര് പ്ലസ് ടുവിന്റെ മാർക്ക് ഇല്ലെങ്കിലും അവർ പാസ്സായി. പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഇവർ പാസ്സായി. ഈ ഒരു കേസ് 36 എത്തി കണ്ടോ. 3ാമത്തെ, അതായത് ആദ്യം ഫെയിലായി, വീണ്ടും സേ എഴുതി, വീണ്ടും ഫെയിലായി, പിന്നെ അതിനകത്ത് പിന്നെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് അറൌണ്ട് 36 എത്തി. അപ്പൊ അത്രയും ഫെയിലായവർ പോലും അതിനകത്ത്, അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ആ ലെവലിലാണ്. വീണ്ടും കണ്ടോ 29 കെമിസ്ട്രിയിൽ. അപ്പൊ അങ്ങനെ അതിപ്പം ഇനിയിപ്പം അത്തരത്തിൽ അപ്പൊ ഇനിയും നമ്മുടെ റിസൾട്ടുകൾ ഒത്തിരി അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അപ്പം സ്റ്റുഡൻസ് നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി ഇനിയിപ്പം പ്ലസ് ടുവിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ കൂടുതൽ ഇതിലെ ഒരുപാട് കേസുകൾ വന്നില്ല. ഇനിയും കേസുകൾ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിളുകളാണ്. അതായത് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നമ്മൾ അത്രയും സേ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നും അതിനകത്ത് പേടിക്കണ്ട. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ, ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഞാൻ പറയാം. അപ്പം 77 36 70 70 45. അപ്പം ഇനി നിങ്ങളിപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് നമ്മുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ ഈ നമ്പറിൽ 77 36 70 70 45 ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോട് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം ഒരു വർഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒന്നിനും പോകാണ്ടെയും, അല്ലെങ്കിൽ ഇനിയിപ്പോ പ്ലസ് ടു പാസ്സാവുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അത് പാസ്സാവാതെ ആ ഒരു വർഷം നിങ്ങൾ അതിനകത്ത് പിന്നീട് കിട്ടുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സേക്ക് നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക. സോ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ഇതിനകത്ത് ജോയിൻ ആകാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.